ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് അനിത ഉദയൻ. ഇതെൻ്റെ ഭർത്താവ് ഉദയകുമാർ. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 5 എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒരു ആണി കൊണ്ടു. ഞങ്ങൾ പന്തളം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇൻഫെക്ഷനുള്ള മരുന്നൊക്കെ തന്നു, ഷുഗറുമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പോയി 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞ് ചെന്ന് അപ്പോൾ ഡോക്ടർ കാലെല്ലാം ബാൻഡേജൊക്കെ ചുറ്റിയാണ് ഞങ്ങളെ വിട്ടത്. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് കെട്ടഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാലിൽ കർവ് ഉണ്ട്, വിരലിൽ ഇൻഫെക്ഷനാണ്, ഇവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ അഡ്മിറ്റായി. ഒരു ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം ആയപ്പോഴേക്കും 2 വിരലും കറുത്തു, കാലിൻ്റെ പൊത്ത പപ്പടം പൊള്ളുന്നത് പോലെ പൊങ്ങി കരിനീലിച്ച് നമുക്ക് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കണ്ട് ഞങ്ങളെ കാണാൻ വന്ന ഞങ്ങളോട് പലരും പറഞ്ഞു, നിങ്ങളിവിടെ കിടക്കണ്ട, നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോകണം, ഇൻഫെക്ഷൻ ആണ്, ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണം, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ചെന്നു. ഉച്ചയായപ്പോഴേക്കും ഡോക്ടറെ കണ്ടു. ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു, കാലിൽ 2 വിരലും നിറയെ ഇൻഫെക്ഷനാണ്, 2 വിരൽ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ താങ്ങാനാവാത്ത വിഷമമായിരുന്നു. ഞങ്ങളുടെ 2 സുഹൃത്തുക്കൾ കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ എൻ്റെ ഭർത്താവിൻ്റെ 2 വിരൽ മുറിച്ച് മാറ്റി. ഞങ്ങൾ 15 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. ഞങ്ങൾ തന്നെ കാല് ക്ലീൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡോക്ടറെ അടുക്കൽ ചെന്നപ്പം ഡോക്ടറെ കെട്ടഴിച്ച് പറഞ്ഞു, 3-ാമത്തെ വിരലിലും ഇൻഫെക്ഷനാണ്, ആ വിരലും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ വിഷമിച്ചു. കാരണം കാലയിൽ ഇൻഫെക്ഷൻ നിൽക്കുകയാണ്, കാലയുടെ പൊത്തയിലെ മൊത്തവും മാംസം എടുത്തിരിക്കുകയാണ്, ഇൻഫെക്ഷൻ നിറഞ്ഞത് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ അഡ്മിറ്റായി. ഭർത്താവിൻ്റെ കാലയിലെ 3-ാമത്തെ വിരലും റിമൂവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും 15 ദിവസം കൂടി ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടന്നു. ഞാൻ അവിടെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ എൻ്റെ സമ്മതല നെറ്റി ഞങ്ങൾ 2 പേരും എന്താ ഭയങ്കരമായ വിഷമമാണ്. അപ്പോഴൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അമൃത ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് 2 പ്രാവശ്യം ഞാൻ ഇവിടെ കയറി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ കൃപാസന മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചപ്പോഴിരിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ പറയും, പോയി ഉടമ്പടി എടുക്കണമെന്നിങ്ങനെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. ഡിസംബർ അവസാനമായപ്പോഴേക്കും വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, 4-ാമത്തെ വിരലിലും ഇൻഫെക്ഷൻ കാണുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റ്, നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ആകെ തകർന്നു പോയ അവസ്ഥ. ഇൻഫെക്ഷൻ മുഴുവനായി മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാലിൽ ഏതവസ്ഥയിലാകും എന്നുള്ള ഇത് അവിടെ ഞങ്ങൾ 2 പേരും അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചെങ്ങന്നൂർ കല്ലിശ്ശേരി ഒരു കേഞ്ചറിയൻ ഹോസ്പിറ്റലുണ്ട്, നിങ്ങളവിടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ വന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് നോക്കാം, പതിയെ നമുക്ക് ഇൻഫെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ അടുക്ക് വന്നു. ജനുവരി 9 ചെന്ന് ഡോക്ടർ കാലിലെ കെട്ടഴിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഇൻഫെക്ഷൻ കാണുന്നുണ്ടല്ലോ, ഇത് മാറുന്നില്ലല്ലോ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ അഡ്മിറ്റാകുക, ഗുളിക ആദ്യം തരാം, അത് കഴിച്ച് കുറവില്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. ഡോക്ടർക്കും ആകെ ഒരു വിഷമമായി. ജനുവരി 11 രാവിലെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് താഴെ കുത്താത്ത അവസ്ഥയാണ്, വോക്കറയിലാണ് നടക്കുന്നത്, കാല് കുത്തത്തില്ല, ഒരാളുടെ ആശ്രയം വേണം. ഞാൻ എങ്ങും പോകാതെ ഞാൻ അടുക്കൽ തന്നെ ഇരുന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എല്ലാത്തിനും ഞാൻ കൂടെ വേണമായിരുന്നു. കാല് കുത്തും. ഞങ്ങൾ 2 പേരും ആകെ സമതല തെറ്റിയ അവസ്ഥയിലായിരുന്നു. ഞാൻ തന്നെ ജനുവരി 11 വെളുപ്പിനെ ഞാൻ തന്നെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. ഒറ്റ കാലയിൽ എൻ്റെ ഭർത്താവിനെ പന്തളത്ത് കൊണ്ട് വിട്ടു. അവിടുന്ന് ബസ് കയറി ഞാനിവിടെ വന്നു. ജനുവരി 11 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ, ഈ അൾത്താരയുടെ മുൻപിൽ എൻ്റെ ഭർത്താവിൻ്റെ കാല് കുറവായി, ഈ പാദവുമായി ഈ അൾത്താരയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഇടയാക്കണമേ എന്ന് ഞാൻ ഇവിടുന്ന് നിലവിളിച്ചാണ് ഞാൻ സാക്ഷ്യം എടുത്തുകൊണ്ട് ഞാൻ പോയത്. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് എൻ്റെ ഭർത്താവ് ആ കാലുമായി എൻ്റെ അടുക്ക് നിൽക്കുന്നു. എനിക്കിത് വളരെ വിലപ്പെട്ട ഒരു സാക്ഷ്യമാണ്. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യം എടുത്തുകൊണ്ട് ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ കെട്ടഴിച്ചപ്പോൾ ഡോക്ടർ തന്നെ അതിശയം പറഞ്ഞു, ഇൻഫെക്ഷൻ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇത് പ്രാർത്ഥനയുടെ ഫലമാണെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർക്ക് കയറുമ്പോഴൊക്കെയും ഇവിടുന്ന് കിട്ടിയ കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട്
ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ നല്ല ട്രീറ്റ്മെൻറ്റ് ഡോക്ടറുടെ മനസ്സിൽ കൊടുക്കണേ, എൻ്റെ ഭർത്താവിൻ്റെ കാല് പൂർണ്ണമായിട്ടും കരിവാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് ഡോക്ടർ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയമൊക്കെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയായി ഡോക്ടറുടെ മനസ്സിൽ തന്നെ മാതാവ് ഒരു ഇത് കൊടുത്തതാണ്. ഫെബ്രുവരി ആകുമ്പോഴത്തേക്കിനും ഉദയകുമാറിൻ്റെ കാല് പൂർണ്ണമായി സുഖമാകും, നടക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞ അത് മാതാവ് ഡോക്ടറിൽ അത്ഭുതം പ്രവർത്തിച്ചതാണെന്ന് മാത്രമാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാല് താഴെ കുത്താൻ തുടങ്ങി, ഇൻഫെക്ഷൻ മാറ്റമുണ്ടായി. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഒരു വിധത്തിൽ സ്കൂട്ടർ ഓടിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ 1000 നന്ദി അമ്മയ്ക്ക് ഞങ്ങൾ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചത് എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണേന്ന്. ഇന്ന് എൻ്റെ ദേശത്തെ, ഇന്ന് എൻ്റെ പന്തളം ദേശത്തെ ഞാൻ മുഖാന്തരം 100-ലധികം ആൾക്കാർ അതിനുശേഷം ഇന്ന് ഇവിടെ വന്ന് ഈ അമ്മയുടെ അടുക്ക് വന്ന് ഉടമ്പടിയെടുത്ത് അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും അനേകം ആൾക്കാരെ ഞാനിവിടെ കൊണ്ടുവരികയും ചെയ്തു. എനിക്കത് എൻ്റെ ജീവിതത്തിൽ വളരെ ഞങ്ങളുടെ മരണം വരെയും ഞാനും എൻ്റെ കുടുംബവും. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അവൻ്റെ കാല് ശരിയാകുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാവുന്ന. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായി. പ്രായമായ അമ്മയെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അമ്മയ്ക്കും ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ രണ്ടാമത് വെച്ച ഉടമ്പടി എൻ്റെ മകനൊരു വിവാഹകാര്യമായിരുന്നു. എൻ്റെ മകൻ ആദ്യമായി കഴിഞ്ഞ മാസം വന്ന് ആദ്യമായി എൻ്റെ മകനൊരു പെണ്ണിനെ കണ്ടു, മകനെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, മകൻ തിരികെ പോയി. ആ മകളും ഇതുപോലെ തന്നെ ശ്രീകുട്ടി എന്നാണ് ആ മകളുടെ പേര്. ആ മകൾ ഇതുപോലെ തന്നെ ഈ കൃപാസനത്തിൽ വളരെ വിശ്വാസമുള്ള ഒരു മകളായിരുന്നു. കാരണം 2-3 വർഷങ്ങൾക്ക് മുമ്പ് മോൾക്ക് എന്തോ ഒരു ദുഃഖ സാഹചര്യത്തിൽ ഇവിടുത്തെ ഉപ്പ് ഒരാൾ കൊടുത്തു, അത് കഴിച്ചു മോളുടെ ആ വലിയ ഒരു നിരാശ മാറിക്കിട്ടി. അതൊന്നും ഇട്ട് മോൾ വിശ്വാസിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, അമ്മേ എന്നെ കൂടെ കൃപാസനത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ മകന് നിശ്ചയിച്ച മകളെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മകളൊരു ജോലിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 9 മണിക്ക് പുതിയ ജോലിക്ക് മോൾ ജോയിൻ ചെയ്തെന്നും പറഞ്ഞ് എന്നെ വിളിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ മാതാവിൻ്റെ അനുഗ്രഹമാണ്, നീ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. അതിനുശേഷം 3-ാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ മകന് ജോലിക്കൊരു പ്രമോഷൻ ഉണ്ടെന്നറിയിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ രാത്രിയിൽ എൻ്റെ മകൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കമ്പനി പോയിരിക്കുകയായിരുന്നു, എൻ്റെ പ്രമോഷൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യം ഈ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മരണം വരെയും ഞങ്ങളുടെ കുടുംബം അമ്മയെ സമർപ്പിക്കട്ട് ജീവിക്കും ഞങ്ങളെ. അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങൾ 2 നേരവും ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ ആരോ വന്നിങ്ങനെ തഴുകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അത് പരിശുദ്ധ അമ്മയായിരുന്നു. അതിൻ്റെ ആ കാലെ തഴുകിയതിൻ്റെ അടുത്ത ദിവസം തൊട്ടാണ് പൂർണ്ണമായിട്ടും കാല് കരിവായി തുടങ്ങിയത്. അത് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളൊരു സാക്ഷ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഈ കാര്യം പറയും. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വിഷമഘട്ടത്തിൽ ആയാലും പരിശുദ്ധ അമ്മയെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി അവിടെ ഒരു കൗണ്ടറുണ്ട്, അവിടെ എത്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ എൻ്റെ വീടിനടുത്തൊരു മാതാവിൻ്റെ പള്ളിയുണ്ട്. ഞാൻ എന്നും രാവിലെ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമേ എൻ്റെ ഭവനത്തിലെ കാര്യങ്ങൾ നടത്തുകയുള്ളൂ. പിന്നെ ഞാനൊരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകയാണ്. എല്ലാവരുടെ എല്ലാ ദുഃഖങ്ങളിലും പങ്കുചേരുകയും എല്ലാ രോഗികളെയും കണ്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെയും ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് അവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ, എളിയ ദാസിയായ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടമേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ എളിയ സാക്ഷ്യം ഇവിടെ ഉപസ്മരിക്കുന്നു. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യെശയ്യാ 20 തിരുവചനങ്ങൾ നമ്മളോട് അരുളി ചെയ്യുമ്പോൾ ഏത് അവസ്ഥയിലും നാം ഇവിടെ വരുമ്പോൾ നമ്മെ കരുതുന്ന സത്യദൈവം ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതാണ് ഇന്ന് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അതായത് തങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോകാതിരുന്നിട്ടല്ല, പല ഹോസ്പിറ്റലുകളിൽ മാറിപ്പോയി ഒന്നിനൊന്നിന് കാലിന് ഇൻഫെക്ഷൻ കൂടുന്നു, മുകളിലോട്ട് ഇൻഫെക്ഷൻ കയറിപ്പോകുന്നതല്ലാതെ അതിന് കുറവൊന്നും വരുന്നില്ല.
അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. 3 ദിവസം ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം തന്നെ കാലിൻ്റെ കളറൊക്കെ വളരെ പെട്ടെന്ന് മാറി ആരോ കാലിൽ തടവുന്നത് പോലെ എൻ്റെ ഹസ്ബൻഡിന് അനുഭവപ്പെട്ടു. അത് അമ്മയല്ലാതെ മറ്റാരുമല്ല. അങ്ങനെ അമ്മയുടെ മധ്യസ്ഥം വഴി എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായും സൗഖ്യം ലഭിച്ചു. ഡോക്ടർ പോലും പറഞ്ഞു ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു എന്ന്. അങ്ങനെ ഓരോരോ വിരലുകൾ മുറിച്ച് മാറ്റണം എന്ന് പറയുന്ന അവസരത്തിൽ നിന്നാണ് ഇന്ന് ഈ മകനെയും കൊണ്ട് ഈ ദമ്പതികൾ 2 പേരും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. എത്ര പെട്ടെന്നുള്ള ഒരു റിക്കവറി ആയിരുന്നു അവർക്ക് കിട്ടിയത്. ഉടമ്പടി കാശ് രൂപവും കൊണ്ട് താൻ പോകുമായിരുന്നു. ഡോക്ടറിന് നല്ല ഒരു ചികിത്സ എൻ്റെ ഹസ്ബൻഡിന് ലഭിക്കത്തക്ക രീതിയിൽ ഡോക്ടറിന് അമ്മ തന്നെ ഡോക്ടറിലിരുന്ന് പ്രവർത്തിക്കണം. ഇതൊക്കെയാണ് നിയോഗമായിട്ട്, അതായത് പ്രാർത്ഥനയായിട്ട് ഈ മകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. താൻ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അപ്പോഴെങ്ങനെ തൻ്റെ ഈ അനുഭവ സാക്ഷ്യം താൻ എവിടെയൊക്കെ വേദികളിൽ എവിടെയൊക്കെ പറയാൻ പറ്റുന്നോ അവിടെയൊക്കെ പറഞ്ഞ് 100-ലധികം പേര് ഇങ്ങോട്ട് വരുന്നതിന് തന്നെ ഇടയായി. ഇനിയുള്ള കാലമൊക്കെ ഞാൻ അമ്മയുടെ ഒരു അടിമയായിട്ട് ഞങ്ങളുടെ കുടുംബം മുഴുവനും ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഈ ഒരു സൗഖ്യം മാത്രമല്ല, എന്നാൽ അതിലേറെയായിട്ട് ബൈബിള് വായിക്കുവാൻ, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനോടൊക്കെയുള്ള ഒരു താല്പര്യം, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം, അതൊക്കെയാണ് നമുക്ക് കൂടുതലും ദൈവസ്നേഹത്തിൽ വളർന്നുകൊണ്ട് മറ്റുള്ളവരോട് ഈശോയെ പറ്റി പറയുവാൻ നമ്മെ കൂടുതലും യോഗ്യരാക്കുന്നത്. നമ്മെ കൂടുതലും അതിനു വേണ്ടിയിട്ടാണ് നാം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്കതിനാണ് സാധിക്കുക. കർത്താവിനെ കൈമാറുന്നവരാവുക. അങ്ങനെയാണ് ഒത്തിരിയേറെ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ ഇടയായി എന്ന് ഈ മകൾ പറയുക. അതുപോലെ മറ്റ് കൃപകളൊക്കെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, മാതാവേ നന്ദി. എൻ്റെ പേര് അനിമോൾ NB. ഞാൻ ഇടുക്കി ജില്ലയിലെ പാറത്തോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2023 ഫെബ്രുവരി മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 2 പെൺപിള്ളേരായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അച്ചാച്ചൻ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് അനിയത്തി നേഴ്സായിരുന്നതുകൊണ്ട് തന്നെ അവൾ ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയപ്പം അമ്മയ്ക്ക് ആകെ മൊത്തം കൂട്ടുണ്ടായിരുന്നത് വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചിയുടെ മരണശേഷം അമ്മ തനിച്ചായി. ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് കയറിയ ഒരു പ്രദേശമായിരുന്നു. അത് ഒരു 3-3.5 ഏക്കർ ഏലക്കാടിന് നടുക്ക് ഞങ്ങളുടെ വീട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ട് അയലോക്കം എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ കേൾക്കാൻ പോലും ഒരു ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അമ്മയെ അവിടെ ഒറ്റയ്ക്ക് ഇടുക എന്ന് പറയുന്നത് ഞങ്ങൾക്കത് ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം എൻ്റെയും കല്യാണം കഴിഞ്ഞു, അനിയത്തിയുടെയും കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് അമ്മയുടെ കൂടത്തിൽ പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ആ വീട് സ്ഥലവും ഒന്ന് വിറ്റ് താഴേക്ക് വന്നിട്ട് അമ്മേനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ 1 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന തുടർന്നെങ്കിലും അതിനൊരു ഫലം ഉണ്ടായില്ല. കാരണം അവിടെ ഞങ്ങളുടെ സ്ഥലം വിൽക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. 100 കണക്കിന് ആൾക്കാർ വന്ന് പോയെങ്കിലും വിലയായിട്ട് ഏകദേശം അടുത്ത് വരുമ്പോഴത്തേക്കിനും അത് ഒന്നും നടക്കാതെ പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ മാതാവേ, ഇനിയിപ്പോൾ കച്ചവടം നടന്നില്ലെങ്കിലും എൻ്റെ അമ്മയെ ഒരു ദിവസം പോലും ആ വീട്ടിൽ ഒറ്റയ്ക്ക് കിടത്തരുതെന്ന് മാത്രമേ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചുള്ളൂ. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഉടമ്പടി ഉപ്പ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ 4 കോണിലും കൊണ്ടുപോയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു. 4 മാസത്തിനുള്ളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിലയ്ക്ക് ഞങ്ങളുടെ സ്ഥലം വിൽക്കാനായിട്ട് പറ്റി. അമ്മയ്ക്ക് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 2019 ഞാൻ B.Ed പാസ്സായതാണ്. B.Ed പാസ്സായി ഇപ്പോൾ 5-5.5 വർഷത്തോളം ആകുന്നു. ഇതിനോടിടയ്ക്ക് ഡെയിലി വേജസിന് പോലും ഒരു സ്കൂളിലും, അതായത് മൊത്തം 3.5 മാസം കണ്ട് കഷ്ടിച്ചാണ് ഞാൻ ഡെയിലി വേജസിന് പോലും എവിടെയെങ്കിലും പഠിപ്പിക്കാനായിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി 5ാമത്തെ തവണ ഇവിടെ വന്ന് പുതുക്കിയപ്പം ആദ്യമായിട്ട് എനിക്ക് അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി.
അപ്പോൾ എനിക്ക് അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ ഈ ജോലിയെ പറ്റിയൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് നമുക്കൊന്നും സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ആ സ്ലിപ്റ്റ് ആ രസീത് അച്ഛൻ അവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് തിരിഞ്ഞ് മാതാവിനോട് കുറേ നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് അതിൽ നിന്ന് 24 എന്ന് പറയുന്ന ഒരു അക്കം മാത്രം എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എന്താ അച്ഛൻ പ്രാർത്ഥിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ തിരിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഡേറ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പക്ഷേ ഈ 24 എന്ന് പറയുന്നത് 24 ദിവസത്തിനുള്ളിലാണോ അതോ 24-ാം തീയതിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി വീട്ടിലോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണേലും ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, 24 എന്ന് പറയുന്ന ഒരു അക്കം മാത്രം എനിക്ക് കിട്ടി. അത് മിക്കവാറും സാധാരണഗതി സ്കൂൾ തുറക്കുക എന്ന് പറയുന്നത് ജൂൺ മാസം ആദ്യമായിരിക്കും. അപ്പോൾ 24 ദിവസത്തിനുള്ളിലായിരിക്കും. കാരണം അന്നേരം അങ്ങനെ കണക്ക് കൂട്ടുമ്പം ജൂൺ 10-ാം തീയതിയാണ് 24 ദിവസമാകുന്നത്. അപ്പോൾ 24-ാം തീയതി വരാനായിട്ട് ഒരു സാധ്യതയില്ല. കാരണം അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് പോവുക. ആ സമയത്തൊന്നും ഒരു സ്കൂളിലോട്ട് അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ലല്ലോ. ഡെയിലി വേജസിനാണെങ്കിൽ പോലും ഒരു ജോലി ഇല്ലാതെ ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ 24 ദിവസമാകുന്നത് 10-ാം തീയതി ആയിരുന്നു. അതിന് മുമ്പ് ഞാൻ 1-2 സ്കൂളുകളിൽ ഇൻ്റർവ്യൂവിന് പോയി. 24-ാമത്തെ ദിവസം 10-ാം തീയതി കറക്റ്റ് എനിക്കൊരു സ്കൂളിൽ ഇൻ്റർവ്യൂ വന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു അതായിരിക്കും മാതാവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചു. ആ ഇൻ്റർവ്യൂവിനും പോയി. ഏത് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് വായിലിട്ടിട്ട് അതുപോലെ തന്നെ ആ കാശുരൂപമായിട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 10-ാം തീയതി പോയ ഇൻ്റർവ്യൂവിനും അവിടുന്ന് എന്നെ വിളിച്ചില്ല. 15-ാം തീയതിയായി, 20-ാം തീയതിയായി. അതോടെ എൻ്റെ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ടു. ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി. അതുപോലെ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിച്ചു വന്നിരുന്നായിരുന്നു. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും അങ്ങനെ കൃത്യമായിട്ട് ഉടമ്പടി പാലിച്ചുകൊണ്ട് പോന്നിരുന്നായിരുന്നു. പക്ഷേ 20-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ മൊത്തം പിടിവിട്ടു. ഞാൻ 20-ാം തീയതി, 21-ാം തീയതി, 22-ാം തീയതി ഞാൻ മാതാവിനോട് പിണങ്ങി ഞാൻ പള്ളിയിൽ പോയില്ല. ആ 3 ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു, പള്ളിയിൽ പോകാതെ. പക്ഷേ 22-ാം തീയതി ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും എന്നെ പണിക്കൻകുടി എന്ന് പറയുന്ന പാറത്തോടിന് തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള സ്കൂളിൽ നിന്ന് വിളിച്ചു. തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ സന്തോഷമായിട്ട് വന്ന് ഹാളിലിരുന്നിട്ട് ഞാൻ ജസ്റ്റ് കലണ്ടറിലോട്ടൊന്ന് നോക്കുമ്പോൾ തിങ്കളാഴ്ച കറക്റ്റ് 24-ാം തീയതി ആയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ 24 എന്നുള്ളത് 24-ാം തീയതി ആയിരുന്നു എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. ഞാനിപ്പോൾ പണിക്കൻകുടി സ്കൂളിൽ ഡെയിലി വേജസിന് ജോയിൻ ചെയ്തു. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വെറും 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ ആ സ്കൂളിലോട്ട്. ബാക്കി ഞാൻ പോയ സ്കൂളുകളെല്ലാം ഒത്തിരി ദൂരത്തിലായിരുന്നു. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് പിന്നെയുള്ള ആത്മീയ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റമാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ പോയിരുന്നെങ്കിലും എല്ലാ ദിവസവും കൃത്യമായിട്ട് പള്ളിയിൽ പോയിരുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് 5:30-ത്തെ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അത് എന്തെങ്കിലും ഒരു സാഹചര്യത്തെ കൊണ്ട് അത്രയ്ക്ക് വലിയ സാഹചര്യങ്ങളാണെങ്കിൽ മാത്രമേ പോകാതിരിക്കുകയുള്ളൂ. അതുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ വീട്ടിൽ പങ്കുചേരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാനായിട്ടുള്ള സാഹചര്യമില്ല. ഇടുക്കിയിലായതുകൊണ്ട് ഇത്രയും ദൂരം വരേണ്ടതുകൊണ്ട് ഞാൻ പുതുക്കേണ്ട സമയത്ത് മാത്രമാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ അവിടുന്ന് പോരുന്ന ബസ്സുകാരുടെ ഈ പൈസ കൊടുത്തുവിട്ട് എല്ലാ മാസവും ഇവിടുന്ന് പത്രം മേടിച്ച് എല്ലാ മാസവും ആ പത്രം വിതരണം ചെയ്യാറുണ്ട്. കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾ അത് നമ്മുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ നാം വിചാരിക്കുന്ന അവസരങ്ങളിൽ ആകണമെന്നില്ല. അതാണ് ഉടമ്പടിയിൽ നാം വെക്കുമ്പോൾ പിന്നീട് സമയച്ചുരുക്കം എന്ന ഉടമ്പടിയുടെ ആ ഒരു ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമയച്ചുരുക്കം. അതുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വേഗത കൂടുന്നത് എന്നുള്ളതാണ്. 5 വർഷമായിട്ട് തനിക്ക് ഒരു ജോലിയില്ല, 5 വർഷത്തിലേറെയായിട്ട് തനിക്ക് ജോലിയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുവാനും ബഹുമാനപ്പെട്ട അച്ഛൻ ഈ മകളോട് ഒരു ഡേറ്റ് പറയുന്നു. ആ ഡേറ്റിൽ തന്നെ ഈ മകൾക്ക് എങ്ങനെ കാര്യങ്ങൾ ക്ലിയറായി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ അത് ഈ മകൾക്ക്
ഇല്ലാതെ പോയി. കുറച്ച് ദിവസങ്ങൾ പള്ളിയിലൊന്നും ഞാൻ പോയില്ല. ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ മാതാവിനോട് പിണങ്ങി ഞാനിരുന്നു. അതാണ് ഈ മകൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ കർത്താവിൻ്റെ ഹിതമാണ് നടക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അമ്മയാണ് നമുക്കതിന് മധ്യസ്ഥയായിട്ടുള്ളത്, മാതൃകയായിട്ടുള്ളത്. ഈ മകള് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഈ മകൾക്ക് വ്യക്തമാകുന്നു. അച്ഛൻ പറഞ്ഞ അതേ സമയത്ത് തന്നെയാണല്ലോ എൻ്റെ ഈ കാര്യം നടന്നത് എന്നുള്ളത് പിന്നീടാണ് ഈ മകൾ ആലോചിക്കുക. തനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജീവിതമല്ല ഇപ്പോഴുള്ളത്. ആത്മീയ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. ഇന്ന് താൻ എങ്ങനെയാണ് സ്പിരിച്വൽ ലൈഫിൽ ഒത്തിരിയേറെ ഈശോയുമായിട്ടുള്ള ഒരു അടുപ്പത്തോടെ തന്നെ തനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നത്, അതുപോലെ തങ്ങളുടെ സ്ഥലം അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ പങ്കുവച്ചു. എന്തുകൊണ്ട് ആ സ്ഥലം വിൽക്കേണ്ടി വരുന്നു എന്നൊക്കെ 100-ലേറെ പേര് വന്ന് നോക്കി. 1 വർഷത്തോളമായി ഇവരതിന് ട്രൈ ചെയ്യുന്നു. എന്നാൽ അത് അപ്പോഴൊന്നും നടക്കാത്തത് നല്ല ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല റേറ്റിന് തന്നെ 4 മാസം കൊണ്ട് ആ സ്ഥലം വിറ്റു പോകുവാനായിട്ട് ഇടയായി. വെഞ്ചരിച്ച ഉപ്പാണ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് മുമ്പേ നടന്ന് തൻ്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന ഈശോയുണ്ട്. അമ്മ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനുണ്ട്. നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല നമുക്കൊന്നും ലഭിക്കുന്നത് എന്നുള്ളതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.